ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും NR ബ്ലോസംസിലേക്ക് സ്വാഗതം. മഴയാണ്, വെള്ളപ്പൊക്കമാണ്. പാല ഈരാറ്റുപേട്ടയൊക്കെ വെള്ളമായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നമുക്ക് അപ്പർ കുട്ടനാട് കുമരകത്തിനൊക്കെ വെള്ളം കൊണ്ടിട്ടുണ്ട്. നമ്മുടെ ഗാർഡനിലും അതുപോലെ വെജിറ്റബിൾ ഗാർഡനിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അളവ് ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള വെള്ളത്തിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. കൂടാതെ നമ്മുടെ ഗാർഡനൊക്കെ കാണിച്ചു തരാം. നേരെ വീട്ടിലേക്ക് പോകും. നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണിത്. ഇവിടെ എല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. മൂലപ്പാടം പടശേഖരത്തിലേക്ക് പോകുന്ന പാലമാണ് ഈ കാണുന്നത്. ഇനി നമ്മൾ കയറാൻ പോകുന്നത്. ഇവിടെ എല്ലാം വെള്ളമാണ്. അങ്ങനെ നമ്മൾ പാലൊക്കെ ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയുടെ തുടക്കം. കഴിഞ്ഞ ദിവസങ്ങളിലെ ശക്തമായ മഴയിൽ നമ്മുടെ പറമ്പിൽ വെള്ളം കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പച്ചക്കറികളും ചെടികളും ഭൂരിഭാഗം നമ്മൾ മാറ്റി വെച്ചു. നമ്മുടെ മുന്നുള്ളൊരു വ്ളോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കപ്പയിടുന്നത്. അപ്പോൾ കപ്പയൊക്കെ വെള്ളത്തിലാണ്. അങ്ങനെ നമ്മളിട്ട കപ്പയൊക്കെ വെള്ളത്തിലാണ്. നമ്മൾ കഴിഞ്ഞൊരു വ്ളോഗിൽ പറഞ്ഞിരുന്നു ചാക്കിലും ഗ്രോ ബാഗിലും ഒക്കെ ഇതുപോലെ കപ്പയിട്ടാൽ നല്ല വിളവ് കിട്ടുമെന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നീട് 2 ചാക്കിലോടി കപ്പ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളം വന്ന സ്ഥിതിക്ക് ഇവിടെ കിടന്നു കഴിഞ്ഞാൽ ഈ കപ്പയെല്ലാം ചീഞ്ഞു പോകും. മുന്നോട്ട് നമുക്കെല്ലാം മാറ്റേണ്ട സ്ഥിതിയാണ്. എന്നാലും നമ്മളിതെല്ലാം പറിച്ചിട്ട് ആ ചാക്കിലേക്ക് വെക്കുകയാണ്. ഇരുപത്തൊന്ന് മണിയും പയറാണ്. അപ്പോൾ അതുമെല്ലാം നന്നായിട്ട് നിൽക്കുന്ന സമയമായിരുന്നു. പുതിയ വിത്തുകൾ ഞാൻ ഇട്ട സമയമായിരുന്നു. നമ്മുടെ പാടശേഖരത്തിൽ ഉഴവ് നടക്കുമായിരുന്നു. അപ്പോൾ ആ വണ്ടികളാണ് ഈ കരകിരിക്കുന്നതല്ല. ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ഇനി ഗാർഡൻ വീഡിയോസും വെജിറ്റബിൾ ഗാർഡൻ വീഡിയോസും ഒക്കെ ഈ ഒരു മഴയും വെള്ളമെല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും നല്ലൊരു സമയം വരുമ്പം നമുക്ക് കാണാം, ചെയ്യാം. അപ്പം അടുത്തോടെ കാണാം. ബൈ.